അപ്പോൾ ഫ്രണ്ട്സ് ഇതാ തമ്പനയിലും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ പിക്ചർ നമുക്ക് ഈ പിക്ചർ നമുക്ക് എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാമെന്നത് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. ഇപ്പോൾ ഈ പിക്ചർ ഒന്ന് എന്താ ട്രെൻഡിങ് കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. കാരണം ഈ പിക്ചർ കുറേ ഓഡിയൻ്റെ ശേഷമാണ് ഇതിന് കുറേ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പിക്ചർ നമുക്ക് ഒരു വട്ടം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോപ്പറേറ്റ് കാരണം ഒഴിവാകുക ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഈ പിക്ചർ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നത് വീട്ടിൽ പറയണത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ആപ്സൊക്കെ ഒരേപോലെ തന്നെ ആവശ്യം. അതായത് ടൂൺ ആപ്പ്, ബാക്ക്ഗ്രൗണ്ട് ഇറേസർ, പിക്സാർട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടൂൺ ആപ്പിൽ പോയിട്ട് എന്ന് പറയുന്ന പോലെ തന്നെ ടൂൺ ആപ്പിൽ പോയിട്ട് നമ്മളെ എന്താ പറയുക നമ്മളെ കാർട്ടൂൺ പിക്ചർ ആക്കണം. അപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് ഏതെങ്കിലും ഫോട്ടോ എടുത്തിട്ട് കാർട്ടൂൺ പിക്ചർ ആക്കാൻ വേണ്ട. അപ്പോൾ ഞാൻ ഗാലറിയിൽ പോയിട്ട് നമ്മളെ ഒരു ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വീഡിയോക്ക് റീച്ച് ഇട്ടിട്ടുണ്ട് മറ്റേത് കാരണം ആ വീഡിയോ കാരണം. അപ്പോൾ നമ്മളിതാ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ഫേസ് കറക്റ്റായി വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് തന്നെ ഓട്ടോമാറ്റിക് ഇവിടെ സെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുത്തതിൻ്റെ ശേഷം നേരെ കാർട്ടൂൺ പിക്ചർ നമുക്ക് റെഡി ആക്കി തരുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് നമുക്ക് കുറച്ചൊരു വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഇതാ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മേലെ കാണാൻ കഴിയും ഇവിടെ ഒറിജിനൽ ഫോട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളെ കാർട്ടൂൺ ഫേസ് ഇവിടെ കിട്ടിയിട്ട് നമ്മളെ ഇതൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യണം. അതിനുള്ളിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ആപ്പിൽ പോയിട്ട് ശേഷമാണ് നമുക്ക് ചെയ്യേണ്ടത് അടുത്ത പരിപാടി നമുക്ക് അവിടെ പോയിട്ട് നമ്മളെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയണം. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഞാൻ എടുത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ ഇപ്പോൾ കാർട്ടൂണാക്കിയ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കളയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതാ ക്ലിയർ ഓട്ടോയിൽ ടച്ച് കഴിഞ്ഞാൽ കൃത്യം അതേപോലെ തന്നെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ ചെയ്താൽ മതി. അതിൻ്റെ ശേഷം നമ്മൾ ഈ മാനുവലിൽ ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അവിടെ കളഞ്ഞാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, നമ്മളിതാ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ അതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്. മേലൊക്കെ അടിപൊളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനിതാ നമ്മളെ ഈ ഡ്രസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ പോകാണ്ട്. അപ്പോൾ ഓക്കെ, ഒന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെർഫെക്ഷൻ പോയി കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഓക്കെ, നമ്മളെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇതൊന്ന് 3 സേവ് ചെയ്യാനായിട്ട് നല്ലത്. 4-3 ഇട്ട് സേവ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ 3 സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നെറ്റ് ഓഫ് ആക്കണം നല്ലത്. പിക്സാർട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നെറ്റ് ഓഫ് ചെയ്യണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അത് ഓഫ് ചെയ്യണം നല്ലത്. അതിൻ്റെ ശേഷം നമ്മൾ ഈ പിക്സാർട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടത്. അതിൻ്റെ ശേഷം കുറച്ചേരം വെയിറ്റ് ചെയ്യുക. നെറ്റിൻ്റെയും എന്തൊക്കെ ഹാങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് സ്ലോ. അപ്പോൾ ഓക്കെ, നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ ഓക്കെ, ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ എഡിറ്റ് ഫോട്ടോ എന്നുണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം നമ്മൾ ആ ഫോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ അടിയിൽ കൊടുക്കുക. ഈ ഫോട്ടോ അടിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വെച്ചാലും മതി. അപ്പോൾ എനിക്ക് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓളി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഫോട്ടോ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ കഴിയും. നമ്മളെ ഫോട്ടോ സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ ഞാൻ തരുന്നതാണ്. അപ്പോൾ ഇനി നമ്മളെ ആഡ് ഫോട്ടോ പോയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളയാൻ ഫോട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയും കൃത്യം വെക്കേണ്ട ചട വെച്ചാലും മതി. നമുക്ക് വേണമെങ്കിൽ തല ഫേസ് വലുതാക്കാം, അല്ലെങ്കിൽ ചെറുതാക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം രീതിയിൽ ചെറുതാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രത്തോളം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും എത്തിക്കുക. അപ്പോൾ അടുത്ത കിട്ടുന്ന വീഡിയോ വരുന്നേക്കും. പീസ്.